വാർത്തയുടെ വിശദാംശങ്ങളുമായി അഹമ്മദ് മുസ്തഫയും നരാജ് പരശുരാമൻ ചേരുന്നുണ്ട്. ആദ്യം മുസ്തഫയിലേക്ക്. മുസ്തഫ, പോലീസിന് കേസെടുക്കാമെന്ന് അദ്ദേഹം പറയുന്നു. എന്തുകൊണ്ടൊക്കെ കേസെടുക്കാം, എന്തുകൊണ്ട് പോലീസ് കേസെടുക്കുന്നില്ല എന്നതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. വിവരം ഇതിനകത്ത് കുറെ കൂടി സൂക്ഷ്മതയോടുകൂടി അവലോകനം ചെയ്യേണ്ട ചില നിയമവശങ്ങളുണ്ട്. അതാണ് മുൻ പ്രോസിക്യൂഷൻ ജനറൽ കൂടിയായിട്ടുള്ള ടി ആസഫ് അലി മീഡിയാവണുമായി പങ്കുവച്ചത്. അദ്ദേഹം പറയുന്നതിനകത്ത് പോലീസിന് രണ്ട് തരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടപടികളിലേക്ക് നീങ്ങാം. ഒന്ന്, നേരിട്ട് ചില വകുപ്പുകൾ, പ്രത്യേകിച്ച് ജനപ്രാതിനിധ്യ നിയമത്തിലെ 31 വകുപ്പ് പ്രകാരം നോൺ കോഗ്നിസിബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് അത് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗൗരവം കൂടി കണക്കിലെടുത്ത് പോലീസ് ആ രൂപത്തിൽ തന്നെ ആക്ട് ചെയ്യണം. അത് പ്രത്യേകിച്ച് ആ പരിസരത്തുള്ള ഏത് പ്രദേശത്താണോ ആ ഒഫൻസ് നടന്നത് ആ പരിസരത്തുള്ള മജിസ്ട്രേറ്റിനെ ഇത് സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഒഫൻസ് സംഭവിച്ചിട്ടുണ്ട്, അത് സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് മജിസ്ട്രേറ്റിന് കൊടുക്കാം. സ്വാഭാവികമായും അതിന്റെ നടപടികളിലേക്ക് മജിസ്ട്രേറ്റ് പോലീസിന് നിർദ്ദേശം നൽകിയാൽ പിന്നീട് അങ്ങോട്ട് പോലീസ് അതിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള മജിസ്ട്രേറ്റിന്റെ കൂടി ഒരു നിർദ്ദേശം വരികയാണ്. അപ്പോൾ അത് അവഗണിക്കാൻ കഴിയില്ല. ആ രൂപത്തിന് പോലീസിന് മുന്നോട്ട് പോകാം. ഇത് ജനപ്രാതിനിധ്യ നിയമത്തിലെ 301 വകുപ്പ് പ്രകാരമാണ്. അതായത് ഫോം 6 ഒരാൾ ഒരു അഫിഡവിറ്റ് നൽകുന്നു. അതായത് ഞാൻ ഇന്ന മണ്ഡലത്തിലെ ഇന്ന ഇന്ന അഡ്രസ്സിൽ സ്ഥിരതാമസക്കാരനാണ്, അതുകൊണ്ട് എന്നെ ഈ മണ്ഡലത്തിൽ വോട്ട് ചേർക്കണം എന്നാണ് ആ ഫോം 6 ആകത്തുക. അതിനുശേഷം ഏറ്റവും താഴ്ഭാഗത്ത് അത് പറയുന്നുണ്ട്, എന്റെ ഏറ്റവും ഉത്തമമായ ബോധ്യത്തിൽ ഈ വിഷയത്തിൽ ഞാൻ മുകളിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ പൂർണ്ണമായും ശരിയാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ വിവരങ്ങൾ തെറ്റാണെന്ന് കണ്ടെത്തിയാൽ നിയമപരമായ ഇന്ന വകുപ്പ് പ്രകാരം, അത് കൃത്യമായിട്ട് ഈ 300 ഇത്ര വർഷത്തെ ഇന്ന വകുപ്പിലെ ഇന്ന ഉപവകുപ്പ് പ്രകാരം എന്നെ പ്രോസിക്യൂട്ട് ചെയ്യാം എന്നുള്ളത് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് എന്ന് ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു അഫിഡവിറ്റാണ് ഫോം 6. സ്വാഭാവികമായും അത് കുറ്റകരമാണ്. അതിനനുസരിച്ച് നോൺ കോഗ്നിസിബിൾ ഒഫൻസ് മജിസ്ട്രേറ്റിന്റെ കൂടി നിർദ്ദേശപ്രകാരം പോലീസിന് ആ രൂപത്തിൽ റിപ്പോർട്ട് കൊടുത്ത് അതിനുശേഷം മജിസ്ട്രേറ്റ് എന്താണോ പറയുന്നത് ആ രൂപത്തിൽ ആക്ട് ചെയ്യാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് പോലീസിന് സ്വമേധയാ ചെയ്യാവുന്ന ഒരു കാര്യങ്ങളുണ്ട്. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ, അതായത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ വഞ്ചന കുറ്റം, ചതി എന്നിവയൊക്കെ സാധാരണഗതിയിൽ പോലീസ് BNS പ്രകാരം അല്ലെങ്കിൽ നേരത്തെയുള്ള IPC പ്രകാരം കേസെടുക്കാറുണ്ട്. ഒപ്പം തന്നെ ആൾമാറാട്ടം നടത്തുകയാണ്. ഇന്ന സ്ഥലത്ത് താമസമുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് തൃശ്ശൂരിലെ കാര്യം തന്നെ സ്പെസിഫൈ ചെയ്ത് പരിശോധിച്ചാൽ ആലത്തൂർ മണ്ഡലത്തിൽ വർഷങ്ങളായി വീടുള്ള, അവിടെ താമസമുള്ള ഒരാൾ തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രം അഡ്രസ്സ് മാറ്റുന്നു. അതൊരു ആൾമാറാട്ടമാണ്. അവിടെ ID കാർഡ് ഉണ്ടായിരിക്കെ അവിടുത്തെ വിലാസത്തിൽ വർഷങ്ങളായി താമസിക്കുന്ന ഒരാൾ ഇപ്പോൾ തൃശ്ശൂരാണ് താമസം എന്ന് പറഞ്ഞ് അവിടുത്തെ അതേ അഡ്രസ്സ് നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റു വിവരങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ തൃശ്ശൂരിലും വോട്ട് ചേർക്കുന്നു. ഇത് ഗുരുതരമായ പ്രശ്നമാണ്, നിയമപരമായ പ്രശ്നമാണ്. അതിന് പോലീസിന് തന്നെ സ്വമേധയാ കേസെടുക്കാം. 10,000-കണക്കിന് വോട്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ മാത്രം ഇങ്ങനെ ചേർക്കുക എന്ന് പറയുമ്പോൾ അത് ഒരു ഗൂഢാലോചനയുടെ, ഒരു ആസൂത്രിതമായ ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് കണ്ട് പോലീസിന് സ്വമേധയാ ഈ രൂപത്തിൽ കേസെടുക്കാം. മറ്റൊന്നുകൂടി ആസഫ് അലി മുന്നോട്ട് പറയുന്നുണ്ട്. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ ക്രമക്കേട് നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ജനപ്രാതിനിധ്യ നിയമത്തിലെ 32 വകുപ്പ് പ്രകാരം അവർക്കെതിരെയും കേസെടുക്കാം. അത് ഈ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഇലക്ടറൽ ഓഫീസർക്ക് നേരിട്ട് കോടതിയെ സമീപിക്കാം. കോടതി പറയുന്നതിനനുസരിച്ച് മുന്നോട്ട് പോകാം. ഈ രൂപത്തിൽ നിയമപരമായ കുറെ സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ രൂപത്തിൽ പോലീസിനും ബന്ധപ്പെട്ട അധികൃതർക്കും മുന്നോട്ട് പോകാം. പ്രത്യേകിച്ച് ചില ആളുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പൊ ഈ ഫോം 6 പ്രകാരം എന്റെ അറിവോട് കൂടിയല്ല ഇത് ചേർത്തതെന്ന് ഒരാൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ അങ്ങനെയാണ് ഒന്ന് തുടരാമോ? നമുക്ക്